അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നാം എല്ലാവരും കേട്ട് പഠിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ, റമദാൻ ഞങ്ങൾക്ക് എത്തിക്കണേ. ഈ ഒരു പ്രാർത്ഥന, ഒരു ആശയം നാം റമദാനിലേക്കുള്ള തയ്യാറെടുപ്പിന് മനസ്സിനെ പാകപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് എംഫസൈസ് ചെയ്യുന്നത്. നാം ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി അത് സ്വയം ഏറ്റെടുക്കുന്നു. ഈ പ്രക്രിയയെ ശാസ്ത്രീയമായി ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നോ മെമ്മറി കൺസോളിഡേഷൻ എന്നോ ആക്റ്റീവ് റീകോൾ എന്നോ ഒക്കെ നമുക്ക് വിളിക്കാവുന്നതാണ്. നാം നമ്മുടെ കുട്ടികളുടെ വിവാഹത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മുതൽ ആ വിവാഹം പൊടിക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ അന്ന് മുതൽ തന്നെ നാം തുടങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വിവാഹ ദിവസവും വധുവരന്മാരായിരിക്കും 100% സന്തോഷിച്ചിട്ടുണ്ടാവുക. അതിലേറെ സന്തോഷത്തിലായിരിക്കും അവരുടെ മാതാപിതാക്കൾ. ഇതുപോലെ റമദാൻ ആഗതമാകുന്നതിൽ നമുക്ക് 100% തൃപ്തി ഉണ്ടായിരിക്കണം, മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കേണ്ടതുണ്ട്. റമദാനിൽ ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് മുന്നേ കൂട്ടി നിശ്ചയിക്കണം. ഉദാഹരണത്തിന്, ഞാൻ 3 ഖത്തം തീർക്കുമെന്നോ, ഇത്ര സമ്പത്ത് സക്കാത്ത് കൊടുക്കുമെന്നോ, ഇത്ര ആളുകളെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുമെന്നോ, അല്ലെങ്കിൽ ഈ ഇന്ന പുണ്യകർമ്മങ്ങൾ ചെയ്യുമെന്നോ എന്നെല്ലാം മുൻകൂട്ടി തീരുമാനിക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സ് പാകപ്പെട്ടു വരിക. റമദാനിൻ്റെ മുന്നൊരുക്കം എന്ന നിലക്ക് റമദാനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹുവുമായി കൂടുതൽ സമയം അടുത്തിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ ദുശ്ശീലങ്ങൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുക. ഇന്ന് തന്നെ ക്ഷമ, സഹനം, സ്നേഹം, മറ്റു സ്വഭാവ ഗുണങ്ങളെല്ലാം ഇപ്പോൾ തന്നെ വളർത്തിയെടുക്കുക. നോമ്പ് പിടിക്കാൻ ശരീരത്തെ തയ്യാറെടുപ്പിക്കുക. ഇപ്പോൾ തന്നെ നോമ്പെടുത്ത് പഠിക്കുക. ഇപ്പോൾ തന്നെ പോഷക ഗുണമുള്ള ഭക്ഷണം കഴിച്ച് ശരീരത്തെ ശക്തിപ്പെടുത്തുക. വേണ്ടതുപോലെ ഉറങ്ങി ശരീരം പാകപ്പെടുത്തുക. പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇന്ന് തന്നെ പണം കണ്ടെത്തുക. കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്ത് പഠിക്കുക. ചുരുക്കത്തിൽ കൂടുതൽ സമയം ഖുർആൻ പാരായണം ചെയ്യാനും പ്രാർത്ഥന ചെയ്യാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനും കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ കാര്യങ്ങൾ റമദാൻ വരുന്ന സമയത്ത് റമദാനിൽ കൂടുതൽ ചെയ്യുകയും 70 ഇരട്ടിയോളം 700 ഇരട്ടിയോളം അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.